അങ്ങനെ ലോകകപ്പിലെ രണ്ടാം റൗണ്ട് മത്സരങ്ങൾ അത് തുടരുകയാണ്. ഒന്നാം റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായി. അപ്പോഴേക്കും താരങ്ങൾക്കൊരു പവർ റാങ്കിംഗ് പുറത്തിറക്കിയിട്ടുണ്ട് ഫിഫ. 3 വിഭാഗങ്ങളിലായാണ് ഇങ്ങനെ റാങ്കിംഗ്. അറ്റാക്കിംഗ്, ക്രിയേറ്റിവിറ്റി, ഡിഫെൻഡിംഗ് 3 വിഭാഗങ്ങളിലായാണ് ഫിഫയുടെ റാങ്കുകൾ. ഇതാദ്യമായാണ് താരങ്ങൾക്കായി റാങ്കിംഗ് ഫിഫ തയ്യാറാക്കിയത്. മൂന്ന് ഗോളുകൾ, ലോകകപ്പിലെ ആദ്യ ഹാട്രിക്. മിശിഹ ലിയോണൽ മെസ്സി തന്നെയാണ് അറ്റാക്കിംഗ് റാങ്കിങ്ങിൽ ഒന്നാമത്. അൾജീരിയക്കെതിരെ പുറത്തെടുത്ത തകർപ്പൻ പ്രകടനമാണ് അർജന്റീൻ ക്യാപ്റ്റനെ ലിസ്റ്റിൽ ഒന്നാമതെത്തിച്ചത്. ഖത്തർ ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ സ്വന്തമാക്കിയ മെസ്സി ഇത്തവണയും തകർപ്പൻ ഫോമിലാണ്. ന്യൂസിലൻഡിന്റെ എലിജ ജസ്റ്റാണ് രണ്ടാം സ്ഥാനത്ത്. ഇറാനെതിരെ ഇരട്ട ഗോൾ നേടിയ പ്രകടനമാണ് ജസ്റ്റിനെ രണ്ടാമതെത്തിച്ചത്. ഖത്തർ ലോകകപ്പിലെ ടോപ്പ് സ്കോറർ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയാണ് മൂന്നാമത്. ആദ്യ പകുതിയിൽ സെനഗലിനോട് വിറച്ചു നിന്ന ഫ്രാൻസിനെ മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചത് എംബാപ്പയുടെ ഗോളാണ്. മത്സരത്തിൽ 2 ഗോളുകൾ നേടി. സ്വീഡന്റെ യാസിൻ അയാരി, ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്ൻ എന്നിവരാണ് യഥാക്രമം 4-5 സ്ഥാനങ്ങളിൽ. രണ്ടുപേരും ആദ്യ മത്സരത്തിൽ ഇരട്ട ഗോൾ നേടിയിരുന്നു. ഇറാന്റെ റാമിൻ റസായിനാണ് ക്രിയേറ്റിവിറ്റി റാങ്കിങ്ങിൽ ഒന്നാമത്. ന്യൂസിലൻഡിനെതിരെ 1 ഗോളും 1 അസിസ്റ്റുമായി കളം നിറഞ്ഞു കളിച്ച റസായിന്റെ പ്രകടനം മത്സരത്തിൽ നിർണായകമായിരുന്നു. ഫ്രാൻസിന്റെ മൈക്കിൾ ഒലീസയാണ് രണ്ടാമത്. സെനഗലിനെതിരെ രണ്ടാം പകുതിയിൽ ഫ്രാൻസിന്റെ കംബാക്കിന് വഴിയൊരുക്കിയത് ഒലിസയായിരുന്നു. ജർമ്മനിയുടെ ഫ്ലോറിയൻ വെഡ്സാണ് ഈ ലിസ്റ്റിൽ മൂന്നാമത്. പ്രതിരോധ റാങ്കിങ്ങിൽ കാനഡയുടെ ഡെറിക് കൊർണേലിയസ് ആണ് ഒന്നാമത്. ബോസ്നിയയുടെ താരങ്ങളായ നിക്കോള കാറ്റിച്ച്, താരിഖ് മുഹറമോവിച്ച് എന്നിവരാണ് 2ഉം 3ഉം സ്ഥാനത്ത്. ഓരോ മത്സരത്തിലെയും കണക്കുകൾ ശാസ്ത്രീയമായി അവലോകനം ചെയ്ത് വിദഗ്ധരാണ് ഈ റാങ്കിംഗ് തയ്യാറാക്കിയതെന്നാണ് ഫിഫ പറയുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക് 24.